Hello all, welcome back to Score Academy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DC മെഷീൻസ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യമായിട്ട് DC ജനറേറ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് സമയത്തുള്ള അതായത് DC ജനറേറ്ററിന്റെ വോൾട്ടേജ് ബിൽഡപ്പ് പ്രോസസ്സ് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്രിട്ടിക്കൽ സ്പീഡ്, ക്രിട്ടിക്കൽ ഡിസ്റ്റൻസ് അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അതിനെ ബേസ് ചെയ്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി ഞാനിവിടെ പറയുന്നുണ്ടാവും. അപ്പോൾ അതായിരിക്കും ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് DC മോട്ടേഴ്സിന്റെ സ്റ്റാർട്ടിംഗ്, അതായത് DC മോട്ടോർ സ്റ്റാർട്ടേഴ്സ് 3 പോയിന്റ് സ്റ്റാർട്ടർ, 4 പോയിന്റ് സ്റ്റാർട്ടർ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അതിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഇതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു റിവിഷൻ ആണ്. നോട്ടൊന്നും എഴുതിയെടുക്കരുത്, ജസ്റ്റ് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കണ്ട് തീർക്കുക. കാരണം ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന ഈ ഏരിയയിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഡയറക്റ്റ്ലി തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, അത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കേട്ടിരിക്കുക, ഒരുപാട് സമയം കളയരുത്. നമുക്ക് ആദ്യം DC ജനറേറ്റേഴ്സിന്റെ ഒരു കോൺസെപ്റ്റിലേക്ക് പോകാം. ദാറ്റ് ഈസ് DC ജനറേറ്റർ വോൾട്ടേജ് ബിൽഡപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ DC ജനറേറ്ററിന്റെ വോൾട്ടേജ് ബിൽഡപ്പ് എന്ന് എന്താണ്? EG ആണ് അല്ലേ. EG എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫൈ ആണെന്ന് അറിയാം. ഫൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫീൽഡ് കറന്റ് ആണെന്ന് അറിയാം. ഈ ഫീൽഡ് കറന്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഫീൽഡ് കറന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ RF. ആ ഫീൽഡിലെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ ഫീൽഡ് കറന്റ് കുറയുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഒന്ന് കടമെടുക്കുകയാണെങ്കിൽ നമുക്ക് വോൾട്ടേജ് ബിൽഡപ്പ് പ്രോസസ് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. അതായത് ഞാനിവിടെ പറഞ്ഞതാണ്, ദ വോൾട്ടേജ് ബിൽഡപ്പ് പ്രോസസ്സിന്റെ DC ജനറേറ്റർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫീൽഡ് സർക്യൂട്ട് റെസിസ്റ്റൻസ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് അത്, പക്ഷേ ഇത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഇതിന്റെ ബേസിസ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അഡീഷൻ നോക്കുന്നുണ്ടാവും. സോ അപ്പോൾ ഈ വോൾട്ടേജ് ബിൽഡപ്പ് പ്രോസസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഈ EG എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? IF നെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദാറ്റ് എന്ന് പറയുന്നത് അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? RF നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വോൾട്ടേജ് ബിൽഡപ്പ് പ്രോസസ് നോക്കാമെന്ന് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. ഇവിടെ നോക്കിയേ, വോൾട്ടേജ് ബിൽഡപ്പ് പ്രോസസ് നമുക്കറിയാം. ഒരു വോൾട്ടേജ് ബിൽഡപ്പ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്കറിയാം. ഇതൊരു ജനറേറ്റർ ആണ്. ആ ജനറേറ്ററിന്റെ പ്രൈമർ വെച്ച് ഞാൻ കറക്കുമ്പോൾ ഒരു ടോർക്ക് ഉണ്ട്, അത് വെച്ച് ഞാൻ ഇവിടെ കറക്കുകയാണ്. അങ്ങനെ കറസ്പോണ്ടിംഗ്ലി നമുക്ക് എന്തുണ്ടാവും? ഒരു ഫീൽഡ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫീൽഡ് ഉണ്ട്, ഫ്ലക്സ് ഉണ്ടെങ്കിൽ അവിടെ കണ്ടക്ടേഴ്സ് കട്ട് ചെയ്യും, വോൾട്ടേജ് ബിൽഡപ്പ് നടക്കും. അപ്പോൾ ഇനിഷ്യലി നമ്മൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമുക്ക് ഫീൽഡിൽ, കാരണം ഇതെല്ലാം എന്താണ്? സെൽഫ് എക്സൈറ്റഡ് ആണ് അല്ലേ. നമ്മൾ ആ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ തന്നെ സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുന്നൊരു കേസിൽ നമുക്ക് ഇവിടെ ഈ പറയുന്ന ഫീൽഡിൽ, ദാറ്റ് ഇസ് ഇഫ് ദിസ് ഇസ് RF, ഇത് RF ആണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി, അല്ലെങ്കിൽ ഇത് നമുക്ക് ഇവിടെ ഇത് RF-ഉം അതുപോലെ തന്നെ ഇത് വേരിയബിൾ റെസിസ്റ്റൻസും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഫീൽഡിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. പക്ഷേ സ്റ്റാർട്ടിംഗ് സമയത്ത് എന്തില്ല, ഇവിടെ ഫീൽഡ് കറണ്ട് ഒന്നും തന്നെ ഇല്ല അല്ലേ. അപ്പം നമുക്ക് ഒരു റെസിഡ്യുവൽ ഫ്ലക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ റെസിഡ്യുവൽ ഫ്ലക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പ്രൈമർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തുണ്ടാവുള്ളൂ? അവിടെ ഒരു ചെറിയ വോൾട്ടേജ് ജനറേഷൻ നടക്കുകയുള്ളൂ. അങ്ങനെ ആ വോൾട്ടേജ് ജനറേഷൻ നടക്കുമ്പോഴത്തേക്ക് കറസ്പോണ്ടിംഗ്ലി എന്ത് പറ്റും? ഒരു ചെറിയ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ആ കറണ്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? നമ്മുടെ ഓൾറെഡി ഉള്ള ഫീൽഡുമായിട്ട് എന്ത് ചെയ്യും? ആ കറണ്ട് ഇതിൽ കൂടി, ഈ ഫീൽഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും നേരത്തെ ഉണ്ടായിരുന്ന ഫ്ലക്സിന്റെ കൂടെ ഈ കറണ്ട് കാരണവും ഉണ്ടാവുന്ന ഫ്ലക്സ് ആഡ് ആയി വരും. അതാണ് ഈ രണ്ടാമത്തെ പോയിന്റ്. See, when the generator armature is rotated, the residual flux in the field winding will induce a small voltage. ഈ സ്മോൾ വോൾട്ടേജിന് കറസ്പോണ്ടിംഗ്ലി ഒരു സ്മോൾ ഫീൽഡ് കറണ്ട് ഉണ്ടാവും. ആ ഫീൽഡ് കറണ്ട് ഈ ഫീൽഡ് വൈൻഡിങ്സിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് പറ്റും? നേരത്തെ ഉണ്ടായിരിക്കും, ദാറ്റ് ഇസ് ദ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇൻ ദി ആർമേച്ചർ ജനറേറ്റ്സ് എ ഫ്ലക്സ് ആൻഡ് it will aid the field flux and the net flux will increase. അങ്ങനെ നെറ്റ് ഫ്ലക്സ് ഇവിടെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. കാരണം ക്ലിയർ ആണല്ലോ, കാരണം ക്ലിയർ ആണ്. ഇനി അങ്ങനെ പയ്യെ ഇത് ഏതുവരെ ഇൻക്രീസിങ് നടക്കും? അതിനാണ് വോൾട്ടേജ് ബിൽഡപ്പ് പ്രോസസ് എന്ന് പറയുന്നത്. ഇത് ഏതുവരെ അതിന്റെ ഇൻക്രീസ് നടക്കും? അതിന്റെ ടെർമിനൽ വാല്യൂ വരെ, ടെർമിനൽ വോൾട്ടേജ്, അല്ലെങ്കിൽ ഈ ആർമേച്ചർ ഏതിന് വേണ്ടിയാണോ റേറ്റഡ് ആയിരിക്കും, ഏത് റേറ്റഡ് വോൾട്ടേജിന് വേണ്ടിയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ആ റേറ്റഡ് ടെർമിനൽ വോൾട്ടേജ് വരെ ആ വോൾട്ടേജ് ബിൽഡപ്പ് പ്രോസസ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇവിടെയും കാര്യം തീരുമാനിക്കുന്ന ആരാണ്? ഈ ഫീൽഡ് സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ ആ ഫീൽഡ് സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് എന്ത്? ഈ വോൾട്ടേജ് ബിൽഡപ്പ് പ്രോസസ് നടക്കുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്ത് രണ്ട് കോൺസെപ്റ്റ്സും കൂടി അറിയണം. ക്രിട്ടിക്കൽ സ്പീഡും ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് ഫീൽഡ് റെസിസ്റ്റൻസും, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫീൽഡിന്റെ റെസിസ്റ്റൻസ് ആണ്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ വാല്യൂ, ദാറ്റ് ഇസ് RF-ന്റെ വാല്യൂവിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ക്രിട്ടിക്കൽ സ്പീഡ് ഉണ്ട്. ഒരു RF-ന് കറസ്പോണ്ടിംഗ്ലി ഉള്ള ഒരു സ്പീഡും ഉണ്ട്. അതായത് പ്രൈം മൂവറിന്റെ സ്പീഡ്, അല്ലെങ്കിൽ നമ്മുടെ ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ്, ആ സ്പീഡിന്റെ വാല്യൂവിനും ഒരു പ്രത്യേകതയുണ്ട്. അതിനെയാണ് ഈ രണ്ട് വാല്യൂസിനെയാണ്, ആ പ്രത്യേകത ഉള്ള രണ്ട് വാല്യൂസിനെയാണ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്നും ക്രിട്ടിക്കൽ സ്പീഡ് എന്നും പറയുന്നത്. ഇനി നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. ലാസ്റ്റ് എക്സാം ടൈമിൽ നമ്മൾ ആകെ ഓർത്തിരിക്കേണ്ടത് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസും ക്രിട്ടിക്കൽ സ്പീഡും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് ബേസ് ചെയ്ത് 3-4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. എല്ലാം വളരെ സിമ്പിളാണ്. അത് നമ്മൾ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വോൾട്ടേജ് ബിൽഡപ്പ് പ്രോസസ് പറഞ്ഞു, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നോക്കിയേ, വാട്ട് ഈസ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് RF എന്ന് പറയുന്ന ഒരു ഫീൽഡ് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. The critical resistance is the resistance of the field circuit. കണ്ടോ, ഫീൽഡിന്റെ റെസിസ്റ്റൻസ് ആണ്. It is that value of field circuit resistance at a given speed at which the generator just excites. അതായത് ഈ വോൾട്ടേജ് ബിൽഡപ്പ് പ്രോസസ് നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പരിധി കൂടുതൽ, അല്ലെങ്കിൽ if RF is greater than a value, if RF എന്ന് പറയുന്നത് if it is greater than, അല്ലെങ്കിൽ if it is greater than RF critical
ക്രിട്ടിക്കൽ ആണെങ്കിൽ ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. ഞാനിത് സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി പറയുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താൽ. അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടി ഇത്രയും മാത്രം ആലോചിക്കുക. RF എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ RF ക്രിട്ടിക്കൽ ആണെങ്കിൽ ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് കറസ്പോണ്ടിംഗ്ലി കുറവായിരിക്കും. അത് തന്നെ എന്തായിരിക്കും, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ബിൽഡ് പ്രോസസ് നടക്കണമെന്നില്ല. ആ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, ദാറ്റ് ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് ഫീൽഡ് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇനി ഇത് വായിച്ചു നോക്കിയേ. ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ഇസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി ഫീൽഡ് സർക്യൂട്ട് അറ്റ് എ ഗിവൻ സ്പീഡ് അറ്റ് വിച്ച് ദി ജനറേറ്റർ ജസ്റ്റ് എക്സൈറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് voltage building. Beyond this value of field resistance, generator fails to excite. If RF is greater than RFC, generator fails to excite. Clear ആണല്ലോ? ഇനി അടുത്ത critical speed എന്താണെന്ന് കൂടെ നോക്കാം. ഇവിടെ നോക്കിയേ, the speed for which the given field resistance acts as a critical resistance is called critical speed. The critical speed is directly proportional to critical resistance. ഈ ഒരു പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇത് വെച്ച് നമുക്ക് എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് നമ്മുടെ ഫീൽഡിൽ ഉണ്ടായിരിക്കുമ്പോൾ ആ മോട്ടറിൻ്റെ സ്പീഡ്, അല്ലെങ്കിൽ മോട്ടറല്ല, ജനറേറ്ററിൻ്റെ സ്പീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി വേറെ രീതിയിൽ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറയാം. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു സ്പീഡ് നമ്മൾ ഇങ്ങനെ കറക്കും നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഈ കറക്കുന്നത് ഒരു മിനിമം സ്പീഡിനേക്കാൾ കൂടുതലല്ലെങ്കിൽ എന്ത് പറ്റും? അവിടെ വോൾട്ടേജ് ബിൽഡപ്പ് നടക്കില്ല. ആ ഒരു പോയിന്റും കൂടി ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? അതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് RF എന്ന് പറയുന്നത് എന്തായിരിക്കണം? RF ഷുഡ് ബി ലെസ് ദാൻ RF ക്രിട്ടിക്കൽ ആയിരിക്കണം. അതുപോലെ തന്നെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ ഇത് പ്രൈം മൂവറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ സ്പീഡ്. എങ്കിൽ മാത്രമേ, ഞാൻ പറഞ്ഞു ഇത് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞാണ്. എക്സാമിന് ഇത് മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ നോക്കിയതാണ്. അതൊന്നും ഒന്നീ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് തന്നെ കേട്ടിട്ട് നമ്മൾ ഡയറക്റ്റ്ലി ആ ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ ആ പെർട്ടിക്കുലർ സ്പീഡിനേക്കാൾ മുകളിലാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ വോൾട്ടേജ് ബിൽഡപ്പ് നടക്കുള്ളൂ. എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ക്രിട്ടിക്കൽ റെസിസ്റ്റൻസുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ആണ്. ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോവാം. ദാറ്റ് ഈസ്, ഞാനിവിടെ പറഞ്ഞു തന്നെയാണ്, ജനറേറ്റർ വിൽ ബിൽഡ് അപ്പ് വോൾട്ടേജ് ഓൺലി ഇഫ് RF നമുക്ക് എന്ത് പറയാം? ഈ RFന്റെ വാല്യൂ, ദാറ്റ് ഈസ് ഫീൽഡ് റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് RF വാല്യൂ ഇസ് ലെസ് ദാൻ RF ക്രിട്ടിക്കൽ ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പ്രൈം മൂവറിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി ക്രിട്ടിക്കൽ സ്പീഡ്. ഇനി ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു റിലേഷൻ എപ്പോഴും അറിഞ്ഞിരിക്കുക. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ സ്പീഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. ഈ ഒരു കോൺസെപ്റ്റും ഈ രണ്ട് കാര്യങ്ങളും അറിയാമെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യനും ഡയറക്ട്ലി തന്നെ സോൾവ് ചെയ്യാൻ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ആദ്യം ഇതിലേക്ക് ഞാൻ വരാം. നമ്മൾ പഠിച്ചു തന്നെയാണ് ഞാൻ, പക്ഷേ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയിട്ട് വരാം. DC shunt generator has a critical field resistance of 400 ohm at 1200 RPM. Now if the speed of the generator is increased to 1800 RPM, what is the change in critical resistance? അതായത് ഇവിടെ രണ്ട് കേസ് ഉണ്ട് കേട്ടോ. ഒന്നെന്ന് പറയുന്നത് ദാറ്റ് ഈസ് OCC നമ്പർ 1, ഇത് OCC at 2. ഓക്കെ, ഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ ഇതെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ അറ്റ് നോർമൽ സ്പീഡ്. ഇത് കറസ്പോണ്ടിങ് ടു 1, this is corresponding to 2. അങ്ങനെ നമുക്ക് വയ്ക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? The shunt generator has a critical field resistance of 400 ohm at 1200 RPM. അതായത് 1200 RPM കറസ്പോണ്ടിംഗ്ലി RC1 എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 400 ohm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇനി പറഞ്ഞിട്ടുണ്ട് the speed of the generator is increased to 1800 RPM. അങ്ങനെയെങ്കിൽ RC2 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിതിന് ഞാനിപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റ് ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. ഈ ഒരു കാര്യം അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി തന്നെ റേഷ്യോ വെച്ച് സോൾവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞു ഇവിടെ RC1 by RC2 is equal to എന്താണ്? N1 by N2 ആണ്. നമുക്ക് വേണ്ട എന്താണ്? RC2 ആണ് അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു N2 by N1 into N2 by N1 into RC1 ആണ്. or that is equal to N2 എത്രയാണ്? 1800 by 1200 അല്ലേ? into RC എത്രയാണ്? 400 ആണ്. so that is equal to 3 is equal to 600 ohms ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? if the speed of the generator is increased to 800 RPM, what is the change in critical resistance? Correspondingly resistance ഇവിടെ എത്രയായി? 600 ആയി. നേരത്തെ എത്രയായിരുന്നു? 400 ആയി. സ്പീഡ് കൂടിയ അതേ പ്രൊപ്പോർഷണാലിറ്റിയിൽ തന്നെ, അതായത് 1200 നിന്ന് 1800 ആയി, അതേ പ്രൊപ്പോർഷണാലിറ്റി തന്നെ ആരും കൂടി?
ഈ പറയുന്ന ക്രിട്ടിക്കൽ റെസിസ്റ്റൻസും കൂടി. സോ ഇറ്റ് ഇൻക്രീസസ് ടു 600 ഓം. ഡയറക്റ്റ്ലി ഈ റിലേഷൻ വെച്ച് തന്നെ നമുക്ക് സോൾവ് ചെയ്യാം. ഇനി നമുക്ക് ഈ പറയുന്ന കോൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത് നിങ്ങൾ നോക്കിയേ. ഇവിടെ നമ്മുടെ ഫീൽഡ് റെസിസ്റ്റൻസ് കണ്ടോ, ഫീൽഡ് റെസിസ്റ്റൻസിന് 2 ലൈൻ. ഞാൻ പറഞ്ഞു ജസ്റ്റ് നമ്മുടെ OCCക്ക് ടാൻജൻഷ്യൽ ആയിട്ടുള്ളതാണ് എന്ത്, ആ ഫീൽഡ് നമ്മുടെ ക്രിട്ടിക്കൽ ഫീൽഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ റിലേഷൻ നോക്കിയേ, ഇവിടെ AC എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു എന്താണ്, ഫീൽഡ് റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ ഫീൽഡ് റെസിസ്റ്റൻസ് കറസ്പോണ്ടിങ് ടു എന്താണ്, നോർമൽ സ്പീഡാണ്. നോർമൽ സ്പീഡ് കറസ്പോണ്ടിങ്ങിലാണ്. കാരണം നമുക്കറിയാം ഇത് VI ക്യാരിയാണ്. ഇതിൻ്റെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, റെസിസ്റ്റൻസ് കിട്ടും. AC ദാറ്റ് ഈസ് AC. BC എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ് അല്ലേ, ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു ക്രിട്ടിക്കൽ സ്പീഡ്. ഈ ഒരു സ്പീഡ്, രണ്ടാമത്തെ സ്പീഡ് നമുക്കറിയാം, നമ്പർ 2, OCC നമ്പർ 2. BC ബൈ AC എന്ന് പറയുന്നത് എന്താണ്, BC എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു ഈ ക്യാരിയാണ്. അപ്പോൾ ക്രിട്ടിക്കൽ സ്പീഡ് ബൈ നോർമൽ സ്പീഡ്, അല്ലെങ്കിൽ സ്പീഡ് 2 ബൈ സ്പീഡ് 1. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് NC ബൈ N എന്ന് കിട്ടും. അപ്പോൾ NC ബൈ N ഇസ് ഈക്വൽ ടു BC ബൈ AC. BC ബൈ AC ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് വി നോ ദാറ്റ് ഹിയർ ഇവിടെ നമുക്ക് NC is directly proportional to RC എന്ന് മാത്രം ഓർത്തിരുന്നാൽ നമുക്ക് ഇങ്ങനെ വരുന്ന ഏത് പ്രോബ്ലം വേണം ചെയ്യാം. എൻ്റെ കോൺസെപ്റ്റ് ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ടുണ്ട്, നോക്കുക. ഈ റേഷ്യോ ക്രിട്ടിക്കൽ സ്പീഡ് ബൈ നോർമൽ സ്പീഡ്, ക്രിട്ടിക്കൽ സ്പീഡ് ബൈ നോർമൽ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, BC ബൈ AC. ക്രിട്ടിക്കൽ സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ OCCക്ക് കറസ്പോണ്ടിംഗ്ലി ഉള്ള സ്പീഡാണ്, അല്ലെങ്കിൽ ഈ OCCക്ക് കറസ്പോണ്ടിംഗ്ലി ഉള്ള റെസിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് ടാൻജൻഷ്യലായിട്ട് പോകുന്ന ഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ ഇതാണ്. നേരത്തെ ഉണ്ടായിരുന്ന സ്പീഡ് എന്ന് പറയുന്നത് നോർമൽ സ്പീഡ്. ഇത് നോർമൽ സ്പീഡ് ഞാൻ 1 എന്നും 2 എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് കേസ് വേണം എടുക്കാം. നമ്മളിപ്പോൾ കണ്ടതുപോലെ 2 കേസസ്, ദാറ്റ് ഇസ് ഷണ്ട് ഹാസ് എ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ഓഫ് 400 ഓം ആറ്റ് 1200 RPM. ആദ്യത്തെ കേസ് 1200 RPM ആണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അതേ ഇത് 1800 RPM കറക്കാണ്. കറസ്പോണ്ടിങ്ങിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ഇൻ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. സിമ്പിളാണ്. ഈ റേഷ്യോ മാത്രം എടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. എപ്പോഴും ആലോചിക്കുക, സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. പോയിന്റ് ക്ലിയർ ആണല്ലോ, സിമ്പിൾ. നമുക്ക് ആലോചിച്ച് നിങ്ങൾക്ക് എന്നെ റിലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഒന്ന് ഇതിൽ നിന്ന് നോക്കിയാൽ മതി, സിമ്പിളാണ്. ഞാൻ കൂടുതൽ ഡീലായിട്ട് പോകുന്നില്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. അടുത്ത ക്വസ്റ്റൻ നോക്കിയേ, ഷണ്ട് ജനറേറ്റർ ഹാസ് എ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ഓഫ് 200 ഓം അറ്റ് എ സ്പീഡ് ഓഫ് 800 RPM. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഞാൻ RC1 എത്രയാണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 200 ohms. N1 is equal to എത്രയാണ്, 800 RPM. If the speed of the generator is increased to 1000 RPM, N2 is equal to 1000 RPM ആണെന്ന് വിചാരിക്കുക. The change in critical field resistance, that is N2 by N1 is equal to RC2 by RC1 ആണ്. We need RC2 വേണം. RC2 വേണമെങ്കിൽ what is it? It is equal to N2 by N1, that is equal to 1000 by 800 into 200 is equal to 250 ohms എന്ന് കിട്ടും. It increases to, നേരത്തെ 200 ആയിരുന്നു, ഇപ്പോൾ increases to 250. ഓപ്ഷൻസ് ഇന്ന് ചിലപ്പോൾ ഒരു ഇക്വേഷൻ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നോക്കുക, ഇവിടെ ഒന്ന് ഡിക്രീസസ് ആണ്, നമുക്കറിയാം ഇവിടെ സ്പീഡ് കൂടി, കറസ്പോണ്ടിംഗ്ലി റെസിസ്റ്റൻസ് കൂടിയേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഓപ്ഷൻ ഇതല്ല. റിമെയിൻ സെയിം ആണോ, അല്ല, ഇത് രണ്ടുമല്ല. അപ്പോൾ ഇത് രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒന്നായിരിക്കും. പ്രൊപ്പോർഷണലി ഇതിൻ്റെ അതേ റേഷ്യോയ്ക്ക് സ്പീഡ് എങ്ങനെയാണ്, 200 ohms ആണ്, സോറി 800 RPM ആയിരുന്നു, 1000 RPM ആയി. അതിന് അതേ റേഷ്യോയിൽ തന്നെ എന്താവും, സ്പീഡും റെസിസ്റ്റൻസും കൂടുന്നുണ്ടാവും. കാരണം ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ഇൻക്രീസസ് ടു 250 ohms. പോയിന്റ് ക്ലിയർ ആണോ, സിമ്പിൾ ആണ്. ഡയറക്ട്ലി തന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ, ഓക്കെ. അപ്പോൾ ആ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ ഉണ്ടാകുന്ന ക്രിട്ടിക്കൽ റെസിസ്റ്റൻസും ക്രിട്ടിക്കൽ സ്പീഡും തമ്മിൽ ഉള്ള റിലേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ള റിലേഷൻ എപ്പോഴും ഓർത്തിരിക്കുക. ഇതിനെ ബേസ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു, ഡെഫിനിഷൻ ഓഫ് ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസും ക്രിട്ടിക്കൽ സ്പീഡിൻ്റെ ഡെഫിനിഷനും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ ഒരു ജനറേറ്റർ തന്നിട്ടുണ്ട്. ആ ജനറേറ്റർ അവൻ ബിൽഡപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഉള്ള എന്തൊക്കെ കാരണങ്ങളുണ്ടായിരിക്കും. അപ്പോൾ 2 കാരണങ്ങൾ കിട്ടി. ഒന്ന്, ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ക്രിട്ടിക്കൽ ഫീൽഡിനേക്കാൾ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദി ആർമേച്ചർ, അല്ലെങ്കിൽ പ്രൈമർ വെച്ച് നമ്മൾ ആർമേച്ചർ കറക്കുമ്പോൾ ആ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ ക്രിട്ടിക്കൽ സ്പീഡിനേക്കാൾ കുറവായിരിക്കും. ഈ 2 കാരണങ്ങൾ കൊണ്ട് ബിൽഡപ്പ് നടക്കാതിരിക്കാം. ബാക്കിയുള്ള കാരണങ്ങൾ നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ പോയിന്റ് ക്ലിയർ ആണല്ലോ, ഓക്കെ. ഇനി a self-excited shunt generator fails to build up because എന്താണ്, the field circuit is open, the armature circuit is open, the residual magnetism is absent, direction of rotation is wrong. ഇതിൻ്റെ ഏറ്റവും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഇതിലെ എല്ലാ കാരണങ്ങൾ കൊണ്ടും ഫീൽഡ് സർക്യൂട്ട് ഓപ്പൺ ആണെങ്കിലും ബിൽഡപ്പ് നടക്കില്ല. കാരണം എന്താ, ഫീൽഡ് സർക്യൂട്ട് ഓപ്പൺ ആണെങ്കിൽ പിന്നെ ഫ്ലക്സ് ബിൽഡപ്പ് നടക്കുമോ, ഇല്ല, ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യില്ല. പിന്നെ ആർമേച്ചർ സർക്യൂട്ട് ഈസ് ഓപ്പൺ. ആർമേച്ചർ സർക്യൂട്ട് ഓപ്പൺ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ വോൾട്ടേജ് ബിൽഡപ്പിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യൽ കറണ്ട് പോകുമോ, അതിൽ കൂടെ ഒരിക്കലും ഫ്ലോ ചെയ്യില്ല. കാരണം ആർമേച്ചർ ഓപ്പൺ ആണെങ്കിൽ തന്നെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റാണ്. റെസിഡ്യൂവൽ മാഗ്നറ്റിസം ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിൽഡപ്പ് നടക്കില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഇസ് റോങ്. അതും
അത് കാരണം എന്ത് നടക്കില്ല, ഈ പറയുന്ന ബിൽഡപ്പ് നടക്കില്ല. കാരണം സെൽഫ് എക്സൈറ്റഡ് ആണ്. അപ്പോൾ സെൽഫ് എക്സൈറ്റഡ് ആണെങ്കിൽ അതിന് ഇനിഷ്യലി ഒരു റെസിഡ്യൂവൽ മാഗ്നറ്റിസം വേണം. അതിന് ആ റെസിഡ്യൂവൽ മാഗ്നറ്റിസം ഇൻക്രീസ് ചെയ്താലേ അവിടെ വോൾട്ടേജ് ബിൽഡപ്പ് പ്രോസസ് നടക്കുകയുള്ളൂ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവന്മാർ രണ്ടുപേരും റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ദ റെസിഡ്യൂവൽ മാഗ്നറ്റിസം ഈസ് ആബ്സെന്റ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഇസ് റോങ്. ഇത് എന്താണ് റിലേഷൻ? എന്താണ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ? തിരിച്ച് കറക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് എന്ത് പറ്റും? തിരിച്ചായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക ഫീൽഡിൽ കൂടി. അതായത് ആകെ കൂടിയുള്ള കുറച്ച് റെസിഡ്യൂവൽ മാഗ്നറ്റിസം എന്തായി പോകും? അതും കൂടി നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയാണെങ്കിൽ അതായത് ജനറേറ്റർ ഇങ്ങനെ ഒരു സൈഡിൽ ഒരു ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ തിരിച്ച് പിടിച്ച് കറങ്ങി കഴിഞ്ഞാൽ വോൾട്ടേജ് ബിൽഡപ്പ് നടക്കില്ല എന്ന് ചുരുക്കം. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈ 4 കാരണങ്ങൾ കൊണ്ട് എന്തുണ്ടാവാം? ബിൽഡപ്പ് ഫെയിൽ ഉണ്ടാവാം ഒരു ജനറേറ്ററിൽ, ഷണ്ട് ജനറേറ്ററിൽ. ക്ലിയർ ആണല്ലോ പോയിന്റ്? ഓക്കെ. ഇനി അടുത്തത്, a DC shunt generator builds up to 230 volt when driven in clockwise direction. Okay. In case it is driven in anti-clockwise direction, other things remaining unchanged, then the voltage buildup will be. എന്താണ് സംഭവിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കിവിടെ ഒരു ജനറേറ്റർ ഉണ്ട് അല്ലേ? അപ്പോൾ ഇനിഷ്യലി നമുക്കൊരു ഫ്ലക്സ് ഉണ്ടായിരുന്നു, ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. തൽക്കാലം കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും, നമുക്കത് നോക്കണ്ട. കറണ്ട് താഴോട്ടായിരുന്നു, നമ്മൾ ഇത് ഇങ്ങനെ കറക്കിയപ്പോൾ അല്ലെ, ക്ലോക്ക് വൈസ്. നമ്മൾ തിരിച്ച് കറക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? നമ്മളുടെ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചാൽ നമുക്കറിയാം എന്തായിരിക്കും, കറണ്ട് ഡയറക്ഷൻ തിരിയുന്നുണ്ടാവും അല്ലേ? നേരത്തെ ഇൻറ്റു ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്താവും? ഡോട്ട് ആവും. അപ്പോൾ കറസ്പോണ്ടിൽ കറണ്ട് തിരിച്ചായിരിക്കും ഫ്ലോ ചെയ്യുക. അപ്പോൾ തിരിച്ച് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ആകെ കൂടിയുള്ള കുറച്ച് റെസിഡ്യൂവൽ ഫ്ലക്സും കൂടി എന്ത് പറ്റും? നഷ്ടപ്പെട്ടു പോകും. കറസ്പോണ്ടിങ് നമ്മൾ നേരത്തെ പറഞ്ഞ വോൾട്ടേജ് ബിൽഡപ്പ്. കാരണം ഇനിഷ്യലി ഒരു ഫ്ലക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കറക്കിയിട്ടും കാര്യമുള്ളൂ അല്ലേ? ആ ഫ്ലക്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആ റെസിഡ്യൂവൽ ഫ്ലക്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? കറസ്പോണ്ടിംഗ്ലി അവിടെ ബിൽഡപ്പ് നടക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇവിടെ other things remaining constant, unchanged, the voltage buildup will be 230 volt ആണോ? അല്ല, will be somewhat less. ഇങ്ങനത്തെ ഓപ്ഷൻസ് വരുമ്പോൾ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. മോർ ദാൻ അല്ല, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്നുള്ളത്. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി 0 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വോൾട്ടേജ് ബിൽഡപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. പോയിന്റ് ക്ലിയർ ആണല്ലോ? അതുകൊണ്ടാണ് ഞാൻ ഈ 2 കാരണം കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് 2 കൂടി റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞത്. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഞാനിപ്പോൾ പറഞ്ഞ റീസൺ ആണ്. സി എ DC generator builds up to 230 volt when driven in clockwise direction. In case it is driven in anti-clockwise direction, other things remain unchanged, then the voltage buildup is. എന്താണ് ആൻസർ? 0 ആണ്. കണ്ടോ, ഓപ്ഷൻസ് ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ്? In case of DC shunt generator, if we reverse that rotation, there is no voltage buildup. That is, voltage value is 0. If we rotate the generator in reverse direction, the flux due to residual magnetism will be cancelled out, and hence generator will not get sufficient initial flux for voltage buildup. Point clear ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. A separately excited DC generator running at rated speed has 6 volt across its armature terminals with no field current. അതായത് നമുക്ക് we have a generator here. ഓക്കെ, ജനറേറ്റർ ഉണ്ട്. ഐ ഹാവ് എ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് സിസ്റ്റം ആണ് അല്ലേ? സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് സിസ്റ്റം ആണ്. ഞാനിവിടെ തൽക്കാലം ഫീൽഡ് ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. സോ ഇതിന് അക്രോസ് ഞാനൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഈക്വൽ ടു 6 വോൾട്ട് എന്ന് കിട്ടി. The separately excited DC generator running at rated speed has 6 volt across its armature terminal with 0 field current when IF is equal to 0 ആയിരിക്കുമ്പോൾ. When the field winding is excited with 1 ampere, field winding ഞാൻ 1 ampere കൊണ്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. The voltage builds up to 250 volt at no load. No load. അപ്പോൾ ഞാൻ ഇവിടെ ഫീൽഡ് കറണ്ട് കൂടിയപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ എനിക്ക് കിട്ടിയ വോൾട്ടേജ് എന്ന് പറയുന്നത് 250 വോൾട്ട് ആയി. കാരണം ഇവിടെ ഞാൻ 1 ആംപിയർ കൊടുത്തപ്പോൾ. ഇൻ കേസ് ഫീൽഡ് കറണ്ട് ഇസ് റെഡ്യൂസ് ടു 0, ഫീൽഡ് കറണ്ട് ഞാൻ 0 ആക്കുകയാണെങ്കിൽ, ഫീൽഡ് കറണ്ട് ഞാൻ വീണ്ടും 0 ആക്കുകയാണെങ്കിൽ, വിത്ത് ദ സ്പീഡ് റിമൈനിങ് അൺആൾട്ടേർഡ്, ദി ടെർമിനൽ വോൾട്ടേജ് വിൽ ബി എന്തായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന് കണ്ടോ, അവിടെ 6 വോൾട്ട് എവിടെ നിന്ന് വന്നു? ഫീൽഡ് കറണ്ട് ഒന്നുമില്ല. എന്തുകൊണ്ടാണ് വന്നത്? റെസിഡ്യൂവൽ മാഗ്നറ്റിസം കാരണം, റെസിഡ്യൂവൽ ഫ്ലക്സ് ഉള്ളത് കൊണ്ട് 6 വോൾട്ട് ഇനിഷ്യലി വന്നു വെൻ IF is equal to 0 ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഫീൽഡ് കറണ്ട് കൊടുത്തപ്പോൾ കറസ്പോണ്ടിംഗ്ലി ഇവിടെ വോൾട്ടേജ് ബിൽഡപ്പ് നടന്നു. അത് റേറ്റഡ് വോൾട്ടേജ് ആയ 250 വോൾട്ട് വരെ പോയി. വീണ്ടും ഞാൻ ഫ്ലക്സ് 0 ആക്കി. ഫ്ലക്സ് 0 ആക്കുന്നില്ല, സോറി, ഫീൽഡ് കറണ്ട് 0 ആക്കി. ഫീൽഡ് കറണ്ട് 0 ആയിരിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു സ്പീഡ് ഉണ്ട്, കറസ്പോണ്ടിംഗ്ലി സ്പീഡ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ സ്പീഡും അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? ഇനിഷ്യലി ഉള്ള ഫ്ലക്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 6 വോൾട്ടിനേക്കാൾ കുറച്ചുകൂടി വോൾട്ടേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ ആൻസർ വിൽ ബി മോർ ദാൻ 6 വോൾട്ട്. കാരണം ഓൾറെഡി അവിടെ റൊട്ടേറ്റ് ചെയ്യാണ് അല്ലേ? ആ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ സ്പീഡ് അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 6 വോൾട്ടിലേക്ക് ആയിരിക്കില്ല ഡ്രോപ്പ് ചെയ്യുക. 6 വോൾട്ടിനേക്കാൾ കുറച്ചുകൂടി വാല്യൂ ഉണ്ടാവാം. കാരണം ഈ പറയുന്ന പോലെ അവിടെ ഓൾറെഡി ഒരു സ്പീഡ് ഉണ്ട്. മാത്രമല്ല നമ്മൾ നേരത്തെ എന്താണ് ഇവിടെ ഈ ഫ്ലക്സ് എല്ലാം ഈ പറയുന്ന ഇവിടുത്തെ ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0 അല്ല. മാത്രമല്ല റെസിഡ്യൂവൽ ഫ്ലക്സും ഉണ്ട്, ഓൾറെഡി ഒരു സ്പീഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ 6 വോൾട്ടിനേക്കാൾ ചെറിയൊരു വാല്യൂ കൂടുതലുണ്ടായിരിക്കാം. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത് നമുക്ക് a DC shunt generator when driven without any excitation showed an open circuit voltage of 12 volt. Okay, open circuit voltage of 12 volt ആണ് കാണിക്കുന്നത്. When the field winding was excited, the voltage dropped to 0.
ഇറ്റ് ഹാപ്പൻഡ് ബിക്കോസ് ഗേറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്, വളരെ പണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ഫീൽഡ് ഒന്നും ഇല്ല, ഫീൽഡ് IF = 0 ആണ്. IF 0 ആയിരുന്നപ്പോഴും കറസ്പോണ്ടിംഗ്ലി എന്തായിരുന്നു, നമുക്കിവിടെ 12 വോൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കുക, പലപ്പോഴും ക്വസ്റ്റനിൽ തന്നിരിക്കുക എന്താണെന്നറിയോ, അതായത് ഈ നോ ലോഡ് അല്ല, ഈ പറയുന്ന ഫീൽഡ് എക്സൈറ്റേഷൻ ഇല്ലാത്തപ്പോൾ ചിലപ്പോൾ 6 വോൾട്ട് ആയിരിക്കും തന്നിരിക്കുക, ചിലപ്പോൾ 12 വോൾട്ട് ആയിരിക്കും തന്നിരിക്കുക. ഡിപ്പെൻഡിങ് അപ്പോൾ റേറ്റിംഗ് അനുസരിച്ചും റെസിഡ്യൂവൽ മാഗ്നറ്റിസം അല്ലെങ്കിൽ റെസിഡ്യൂവൽ ഫ്ലക്സിന്റെ വാല്യൂ അനുസരിച്ച് വോൾട്ടേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. പല ക്വസ്റ്റനിലും 6 വോൾട്ട് 5 വോൾട്ട് 12 വോൾട്ട് എന്നൊക്കെ തരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. സോ ഇവിടെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ്. അപ്പോൾ ഇവിടെ 6 വരെ ഈ ക്വസ്റ്റനിൽ 12 വോൾട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, when the field winding was excited the voltage dropped to 0. അപ്പോൾ ഫീൽഡ് വൈൻഡിങ് കൊടുത്തപ്പോൾ നേരത്തെ ഇവിടെ നമ്മൾ ഫീൽഡ് വൈൻഡിങ് 1 ആംപിയർ ആയപ്പോൾ വോൾട്ടേജ് 250 വോൾട്ടിലേക്ക് കൂടി, ഇവിടെ 0 ആയിപ്പോയി. അതെന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാരണം. ഇവിടെ എന്ത് പറ്റി? ഈ റീസൺ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ the direction of rotation is wrong അല്ലെങ്കിൽ residual magnetism is absent. ഇത് രണ്ടും അല്ല നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഈ എന്താണ്, ഇത് രണ്ടും ആയിരിക്കാനുള്ള വഴിയില്ല. അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ഓപ്ഷൻ, നമുക്ക് നോക്കാം. ഇത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. റെസിഡ്യൂവൽ മാഗ്നറ്റിസം ആബ്സെന്റ് ആണെങ്കിൽ അവിടെ 12 വോൾട്ട് കാണിക്കുക. അപ്പോൾ എന്തായാലും ഈ ഓപ്ഷൻ അല്ല. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഇസ് റോങ്. അത് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് ഹാപ്പൻഡ് ബിക്കോസ് ദ ഫീൽഡ് റെസിസ്റ്റൻസ് വാസ് ഹയർ ദാൻ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്, ദർ വാസ് നോ റെസിഡ്യൂവൽ മാഗ്നറ്റിസം ഇൻ ദി ഫീൽഡ് സർക്യൂട്ട്, ഫീൽഡ് വൈൻഡിംഗ് വാസ് റോങ്ലി കണക്റ്റഡ്, ദർ വാസ് എ ബ്രേക്ക് ഇൻ ആർമേച്ചർ സർക്യൂട്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ദർ വാസ് എ ബ്രേക്ക് ഇൻ ആർമേച്ചർ സർക്യൂട്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ ഇനിഷ്യലി ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഉണ്ടായിരുന്നു അല്ലേ, 12 വോൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ 12 വോൾട്ട് എന്ന് പറയുന്നത് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം അവിടെ അതിന് അക്രോസ് വോൾട്ടേജ് വരികയാണെങ്കിൽ ബ്രേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷനാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്, ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ ഫീൽഡ് വാസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. അപ്പോൾ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ വോൾട്ടേജ് ബിൽഡപ്പ് നടക്കില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. പക്ഷേ ഇവിടെ ഈ പറയുന്ന പോലെ വോൾട്ടേജ് പെട്ടെന്ന് 0യിലേക്ക് പോയി, കാരണം ഇനിഷ്യലി 12 വോൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുമല്ല കാരണം. ദർ വാസ് നോ റെസിഡ്യൂവൽ മാഗ്നറ്റിസം ഇൻ ദി ഫീൽഡ്. അത് തീർച്ചയായല്ല, കാരണം എങ്കിൽ ഈ 12 വോൾട്ട് ഓൺലൈൻ ഉണ്ടാവില്ല. അതുമല്ല, ഫീൽഡ് വൈൻഡിംഗ് വാസ് റോങ്ലി കണക്റ്റഡ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇനിഷ്യലി ഇവൻ മര്യാദയ്ക്ക് എന്തുണ്ടായിരുന്നു, ഒരു ഫീൽഡ് സർക്യൂട്ട് ഉണ്ടായിരുന്നു, കറസ്പോണ്ടിംഗ്ലി ഫ്ലക്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഫ്ലക്സ് ഇതായിരുന്നു ഫൈ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തുണ്ട്, നമുക്കിവിടെ ഇതിന് അക്രോസ് എത്രയുണ്ട്, 12 വോൾട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, 12 വോൾട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ഫീൽഡ് കൊടുത്തപ്പോൾ എന്ത് പറ്റി, തിരിച്ചാണ് കൊടുക്കുന്നത്. എന്ത് പറ്റും, ഈ ആകെക്കൂടിയുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് റെസിഡ്യൂവൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിപ്പോൾ ക്യാൻസൽ ഔട്ട് ചെയ്ത് 0 ആയി പോകും. വോൾട്ടേജ് ബിൽഡപ്പ് പ്രോസസ്സ് നടക്കില്ല. അതായത് ഫ്ലക്സ് പെട്ടെന്ന് എന്തായി പോകും, റിവേഴ്സ് ഡയറക്ഷനിൽ പോകും. അതുകൊണ്ട് തന്നെ ഫ്ലക്സ് = 0 ആയി പോകും. അല്ലെങ്കിൽ ഫ്ലക്സ് 0 ആവുന്ന എന്താ മീനിങ്, ഇവിടെ ആ ഇനീഷ്യൽ വോൾട്ടേജ് ബിൽഡപ്പ് പ്രോസസ്സ് തന്നെ നടക്കില്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഫീൽഡ് വൈൻഡിംഗ് വാസ് റോങ്ലി കണക്റ്റഡ്. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഞാൻ പറഞ്ഞു ബാക്കിയുള്ള റീസൺസ് എന്തുകൊണ്ടാണ് ഞാൻ എലിമിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്ഷൻ നോക്കി എഴുതുക. ഇനി ഒന്നിലേക്കുള്ള ഓപ്ഷൻസ് തന്നിട്ട് ഒരു എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ഈ പോയിന്റ് എല്ലാം ഓർത്ത് വെച്ച് വേണം അത് എഴുതാനായിട്ട്. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ ഇറ്റ് ഹാപ്പൻഡ് ബിക്കോസ് നമ്മൾ തിരിച്ചാണ് കറക്കുന്നതെങ്കിലോ, കറസ്പോണ്ടിംഗ്ലി ഈ പറയുന്ന പോയിന്റ് തിരിച്ചാണ് കറക്കുന്നതെങ്കിൽ എന്ത് പറ്റും, അവിടെ വോൾട്ടേജ് ബിൽഡപ്പ് നടക്കില്ല. കാരണം എന്താ, തിരിച്ചാണ് കറക്കുന്നതെങ്കിലും ഈ പറയുന്ന പോലെ നമ്മളുടെ കറണ്ട് എന്ന് പറയുന്നത് റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും പോവുക. അപ്പോൾ അതുകൊണ്ട് ഫീൽഡ് വൈൻഡിംഗ് വാസ് റോങ്ലി കണക്റ്റഡ്. അല്ലെങ്കിൽ ഈ ആയിട്ട് ഒരു ഓപ്ഷൻ കൂടി പറയാം. ആ ഓപ്ഷൻ എന്താണ്, ദി ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ വാസ് റോങ്. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ റോങ് ആണെങ്കിലും നമുക്ക് എന്തായാലും വോൾട്ടേജ് 0 ആയി പോകും. കാരണം ഇനിഷ്യലി ആ വോൾട്ടേജ് ബിൽഡപ്പ് പ്രോസസ് നടക്കില്ല. കാരണം ഇല്ല വോൾട്ടേജ് തന്നെ എന്തായി പോകും, 0 ആയി പോകും. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത്, a DC shunt generator when commissioned after a major repair of field system failed to build up voltage. It was because നോക്കുക കണ്ടോ, ഒരു കമ്മീഷൻ ആഫ്റ്റർ എ മേജർ റിപ്പയർ ഇൻ ദി ഫീൽഡ് സിസ്റ്റം. ഗേറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, വളരെ പണ്ട് 98 ചോദിച്ച ക്വസ്റ്റൻ ആണ്. നോക്കുക ഇവിടെ ആൻസർ എന്താണ്, ദി ഫീൽഡ് വൈൻഡിംഗ് വാസ് റോങ്ലി കണക്റ്റഡ്. ക്ലിയർ ആണല്ലോ? ഇത് ഇത്രയും കഴിഞ്ഞിട്ട്, കാരണം ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞ ചില ക്വസ്റ്റ്യൻ നമ്മൾ ഒത്തിരി കോമൺ സെൻസും ലോജിക്കും കൂടി ആലോചിക്കുക. കാരണം ഇവിടെ റിപ്പയർ കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവച്ചു, എന്നിട്ട് ബിൽഡപ്പ് ആയില്ല. അപ്പോൾ എന്തായാലും ഫീൽഡ് സർക്യൂട്ട് റെസിസ്റ്റൻസ് വാസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതെല്ലാം കാരണമല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ ഈ പറയുന്നത് ഇവിടെ എന്താണ്, ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്താണ്, ഫീൽഡ് വൈൻഡിംഗ് വാസ് റോങ്ലി കണക്റ്റഡ്. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഫീൽഡ് സിസ്റ്റം ലോസ്റ്റ് റെസിഡ്യൂവൽ മാഗ്നറ്റിസം അങ്ങനെയാണെങ്കിൽ പിന്നെ റിപ്പയർ ചെയ്തിട്ട് ഒരു കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് വേണം ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എടുക്കാനായിട്ട്. ഇവിടെ ദ ഫീൽഡ് വൈൻഡിംഗ് വാസ് റോങ്ലി കണക്റ്റഡ്. ക്ലിയർ ആണല്ലോ? അടുത്തത് 230 വോൾട്ട് DC സീരീസ് ജനറേറ്റർ ആണ് കേട്ടോ. സീരീസ് ജനറേറ്റർ, ദാറ്റ് ഇസ് എ 230 വോൾട്ട് സീരീസ് ജനറേറ്റർ ഇസ് ഡ്രിവൺ at its rated speed. Okay, the no load voltage across its armature terminals would be. അപ്പോൾ no load വോൾട്ടേജ് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, 0 എന്നൊരു ഓപ്ഷൻ ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കറക്റ്റ് ആൻസർ എന്ന്, കാരണം ഇവിടെ നോ ലോഡ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നോ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു DC സീരീസ് മോട്ടറാണ് കേട്ടോ. സീരീസ് മോട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്,
കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. കറണ്ട് ഫ്ലോ ചെയ്യാത്തപ്പോൾ ഇത് പിടിച്ച് പ്രൈമർ പിടിച്ച് കറക്കിയാൽ എന്ത് മാത്രമേ സംഭവിക്കുള്ളൂ? അവിടെ റെസിഡ്യൂവൽ ഫ്ലക്സ് കാരണം ഉണ്ടാകുന്ന ഒരു വോൾട്ടേജ് മാത്രം ഇതിന് അക്രോസ് ഉണ്ടാവും അല്ലേ? അത് എത്രയാണ്? ആൻസർ എന്ന് പറയുന്നത് 6 വോൾട്ടാണ്. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നോ ലോഡ് വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ 6 വോൾട്ട് വന്നത്. ഇനി in a shunt generator the voltage buildup is generally restricted by, അപ്പം നമ്മൾ ഇതുവരെ കണ്ട അതായത് വോൾട്ടേജ് ബിൽഡപ്പ് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നല്ല ചോദിച്ചിരിക്കുന്നത്, ഇറ്റ് ഈസ് ജനറലി റെസ്ട്രിക്റ്റഡ് ബൈ. ഇതും നല്ലൊരു ക്വസ്റ്റൻ ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ഗേറ്റിനോ ESനോ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇവിടെ സ്പീഡ് ലിമിറ്റേഷൻ, ആർമേച്ചർ ഹീറ്റിംഗ്, ഇൻസ്റ്റലേഷൻ ഒക്കെ പറഞ്ഞാലും ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡ്യൂ ടു സാച്ചുറേഷൻ ഓഫ് അയൺ. നോക്കുക, ദാറ്റ് ഇസ് ഹിയർ. നോക്കുക, വോൾട്ടേജ് ബിൽഡപ്പ് പ്രോസസ്സ് നമുക്കറിയാം എന്തുകൊണ്ട് നടക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ കുറച്ച് വോൾട്ടേജ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റെസിഡ്യൂവൽ ഫ്ലക്സ് കാരണം അവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്തു. അപ്പം അവിടെ എന്താണ് ഫീൽഡിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്തു, അത് ഓൾറെഡി ഉള്ള റെസിഡ്യൂവൽ ഫ്ലക്സിനെ എയ്ഡ് ചെയ്തു, അങ്ങനെ ഫ്ലക്സ് കൂട്ടി വരികയാണ് അല്ലേ? അങ്ങനെ വോൾട്ടേജ് റേറ്റഡ് വോൾട്ടേജ് വരെ എത്തി. അങ്ങനെ റേറ്റഡ് വോൾട്ടേജ് വരെ എത്തുമ്പോൾ നമ്മുടെ അവിടുത്തെ കോർ എന്തായി പോകും? സാച്ചുറേറ്റഡ് ആയി പോകും. കാരണം ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ റേറ്റഡ് വോൾട്ടേജ് എത്തുമ്പോൾ തന്നെ അവിടുത്തെ കറസ്പോണ്ടിങ്ങിലുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റേറ്റഡ് ഫ്ലക്സ് ആവും, അതായത് സാച്ചുറേറ്റഡ് ആയി പോകും. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് പറയാം? വൺസ് ദി ടെർമിനൽ വോൾട്ടേജ് ഇസ് റീച്ച്ഡ് വെൻ ദി വൺസ് ദി ടെർമിനൽ വോൾട്ടേജ് is reached, the winding will get saturated and hence there won't be any further increase in flux. Also the voltage gets constant. Clear ആണല്ലോ? ഇവിടുത്തെ ഏറ്റവും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സാച്ചുറേഷൻ ഓഫ് അയൺ ആണ്. ഇനി വേറൊരു രീതി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബിൽഡപ്പ് നടക്കുന്നില്ല എങ്കിൽ വോൾട്ടേജ് ബിൽഡപ്പ് does not occur in a generator. എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം? 1 R field is greater than RF critical ആയിരിക്കാം. 2 N is less than critical speed ആയിരിക്കാം. 3 നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഫീൽഡ് എന്ന് പറയുന്നത് ഫീൽഡ് polarity is wrong. 4 എന്താണ്? നമ്മളുടെ direction of rotation is wrong, അല്ലെങ്കിൽ റിവേഴ്സ് ഡയറക്ഷൻ ആവാം. അങ്ങനെ ഇങ്ങനെ ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം എന്താണ് ഈ പറയുന്ന വോൾട്ടേജ് ബിൽഡപ്പ് പിന്നെ ജനറേറ്റർ നടക്കാതിരിക്കാം. എസ്പെഷ്യലി നമ്മൾ പറയുന്നത് എന്താണ്? ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ വേണമെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. എന്താണ്? 5 ദാറ്റ് ഈസ് ഹിയർ. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. എന്താണ്? റെസിഡ്യൂവൽ ഫ്ലക്സ് ഇല്ല. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മളിവിടെ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റിപ്പയർ കഴിഞ്ഞിട്ട് വന്നു അവിടെ റെസിഡ്യൂവൽ ഫ്ലക്സ് ഇല്ല എങ്കിലും, അതായത് ഫീൽഡ് സിസ്റ്റം അത്രയ്ക്ക് അതിൽ നമ്മൾ കുറേ നാളിന് ശേഷമൊക്കെയാണ് നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ലാബിലൊക്കെ ഇപ്പോൾ ഒരു വെക്കേഷൻ കഴിഞ്ഞിട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ബിൽഡപ്പ് ആയില്ല എങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഇറ്റ് ഈസ് ബിക്കോസ് അവിടെ ഉള്ള റെസിഡ്യൂവൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത് എന്തായി പോയി? അത് ഫീൽഡ് അല്ലെങ്കിൽ ഡൈ ഔട്ട് ആയിപ്പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫീൽഡ് വൈൻഡിങ് എടുത്തിട്ട് സെപ്പറേറ്റ് ഒരു DC എക്സൈറ്റേഷൻ കൊടുത്ത് അവിടെ വീണ്ടും ആ ഫീൽഡ് കൊണ്ടുവരണം. അതായത് റെസിഡ്യൂവൽ മാഗ്നറ്റിസം ഇല്ലെങ്കിൽ അതവിടെ ഉണ്ടാക്കണം. അപ്പോൾ 5th റീസൺ എന്ന് പറയുന്നത് എന്ത് പറയാം? റെസിഡ്യൂവൽ മാഗ്നറ്റിസം ഇസ് ആബ്സെൻറ്റ്. ഈ ഇത്രയും കാരണങ്ങൾ കൊണ്ട് വരാം. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മൾ പറഞ്ഞു തന്നെയാണ് എല്ലാ പോയിന്റ്സും. ക്ലിയർ ആണല്ലോ? ഫീൽഡ് പൊളാരിറ്റിയും ഡയറക്ഷൻ റൊട്ടേഷൻ റോങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന വോൾട്ടേജ് ബിൽഡപ്പ് നടന്നൊന്നും വരില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ആണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം ഇത് ഈ എല്ലാ ഓപ്ഷൻസും ക്വസ്റ്റനിൽ കാണാനുണ്ട്. വേണമെങ്കിൽ ഈ 5 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? അടുത്ത് നമുക്ക് DC മോട്ടറിന്റെ സ്റ്റാർട്ടേഴ്സിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം, അതിനുശേഷം നമുക്ക് തീരെ നോക്കിയിട്ട് വീണ്ടും ഈ ക്വസ്റ്റൻസിലേക്ക് വരാം കേട്ടോ. അതായത് പോയിന്റ് 4 point starter is used to start and control the speed of a ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തിനാണ് 3 point സ്റ്റാർട്ടറും 4 point സ്റ്റാർട്ടറും എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കി: DC ഷണ്ട് മോട്ടർ വിത്ത് ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ, DC ഷണ്ട് മോട്ടർ വിത്ത് ഫീൽഡ് വീക്കനിങ് കൺട്രോൾ, DC സീരീസ് മോട്ടർ, DC കോമ്പൗണ്ട് മോട്ടർ. അപ്പോൾ ഡൗട്ട് വരാം ഇത് എല്ലാത്തിനും പറ്റില്ല. നമുക്ക് നോക്കാം എന്തിനാണ് നമ്മളിത് പ്രിഫർ ചെയ്യുന്നത്. 4 point സ്റ്റാർട്ടർ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 4 point സ്റ്റാർട്ടറും 3 point സ്റ്റാർട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് റിഫ്രഷ് ചെയ്യാം. അതിനോട് തന്നെ നമുക്ക് അവിടെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ സ്റ്റാർട്ടേഴ്സിൽ ഉപയോഗിക്കുന്ന 1-2 കോയിൽസ് ഉണ്ട്. NBC കോയിൽ, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതെന്തിനാണെന്ന് നമുക്ക് നോക്കാം. മാത്രമല്ല ആദ്യമായിട്ട് സ്റ്റാർട്ടേഴ്സ് എന്തിനാണെന്ന് കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം. എന്തിനാണ് സ്റ്റാർട്ടർ ഉപയോഗിക്കുന്ന ഒരു DC മോട്ടറിൽ? ഒരു DC മോട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കറസ്പോണ്ടിങ് നമ്മൾ കൊടുക്കുന്ന ടെർമിനൽ വോൾട്ടേജ് ആണ്. അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത് ബാക്ക് EMF ആണ്. സോ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IA എന്ന് പറയുന്നത് IA is given by what? VT minus EB by RA ആണല്ലോ. സ്റ്റാർട്ടിംഗ് സമയത്ത് എന്ത് പറ്റും? സ്റ്റാർട്ടിംഗ് സമയത്ത് EB എന്ന് പറയുന്ന വാല്യൂ വിൽ ബി 0 ആയിരിക്കും. ആ പോയിന്റ് ക്ലിയർ ആണല്ലോ? സ്റ്റാർട്ടിംഗ് സമയത്ത് EB is 0. അതുകൊണ്ട് തന്നെ IA എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വെരി ഹൈ, 7 to 8 ടൈംസ് വരെയൊക്കെ പോകാം. അപ്പോൾ ആ ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ട് നമുക്ക് എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം ഇൻ എ DC മെഷീൻ. ആ സ്റ്റാർട്ടിംഗ് കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സ്റ്റാർട്ടേഴ്സിൻ്റെ യൂസ് എന്താണ് DC മോട്ടറിൽ? കാരണം ഇൻ ഓർഡർ ടു ലിമിറ്റ് ദി സ്റ്റാർട്ടിംഗ് കറണ്ട് because of very low value of
ആർമേച്ചർ റെസിസ്റ്റൻസ് അങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ട്. എന്തുകൊണ്ടാണ് സ്റ്റാർട്ടർ ഉപയോഗിക്കേണ്ടി വരുന്നത്? സ്റ്റാർട്ടർ ഉപയോഗിക്കേണ്ടി വരുന്നത് സ്റ്റാർട്ടിംഗ് കറണ്ട് കൂടുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് സ്റ്റാർട്ടിംഗ് കറണ്ട് കൂടുന്നത്? ബാക്ക് EMF 0 ആയതുകൊണ്ട്. അതുകൊണ്ട് മാത്രമല്ല ആർമേച്ചറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ പ്രോബ്ലം ഒരുപാട് ക്വസ്റ്റൻസ് ചെയ്താണ് അല്ലേ, ടെസ്റ്റിലും അല്ലാതെയൊക്കെ എല്ലാം എന്താണ് 0.2, 0.02, 0.5 ഈ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ വളരെ ചെറിയ വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് എന്ന് പറയുന്നത് 7 to 8 ടൈംസ് സ്റ്റാർട്ടിങ്ങിൽ പോകും. അതൊരിക്കലും നല്ലതല്ല. എന്താണ് എക്സസീവ് ഹീറ്റിംഗ് ഉണ്ടാവും, ട്രിപ്പിംഗ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ സ്റ്റാർട്ടിംഗ് കറണ്ട് ലിമിറ്റ് ചെയ്യാനാണ് നമ്മൾ സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത്. അങ്ങനെ സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നതിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. 3 ടൈപ്പ് ഓഫ് സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. എന്താണ് 2 point സ്റ്റാർട്ടർ, 3 point സ്റ്റാർട്ടർ, 4 point സ്റ്റാർട്ടർ. അത് ഏതിനു വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടിങ് നമ്മൾ ഏതിനാണ് ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ആദ്യം 4 point സ്റ്റാർട്ടറിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, DC ഷണ്ട് മോട്ടർ വിത്ത് ഫീൽഡ് വീക്കനിങ് കൺട്രോൾ. അപ്പോൾ എന്താണ് ഫീൽഡ് വീക്കനിങ് കൺട്രോൾ എന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറയുന്ന ഫീൽഡ് വീക്കനിങ് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ എന്തുകൊണ്ട് 4 point സ്റ്റാർട്ടർ വേണം ഫീൽഡ് വീക്കനിങ് ചെയ്യുമ്പോഴത്തേക്ക്? അതായത് ഫീൽഡ് വീക്കനിങ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് കൺട്രോൾ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്തുകൊണ്ട് 4 point സ്റ്റാർട്ടർ വേണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം 3 point സ്റ്റാർട്ടറിൻ്റെ ഒരു സർക്യൂട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ 3 point എന്ന് പറയാൻ കാരണം ലൈന്, ആർമേച്ചർ, ഫീൽഡ്, ഈ 3 പോയിന്റ്സ് ആണുള്ളത്. LAF ആണല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിവിടെ ഒരു നോ വോൾട്ടേജ് കോയിലുണ്ട്, NVC കോയിലുണ്ട് അല്ലേ. NVC അല്ലെങ്കിൽ ഹോൾഡ് ഓൺ കോയിൽ നമുക്ക് പറയാം. NVC കോയിലുണ്ട്. അപ്പോൾ ഈ കോയിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഏതുമായിട്ടാണ്? ഫീൽഡുമായിട്ടാണ്. ദാറ്റ് ഇസ് ഇവിടെ ഫീൽഡുമായിട്ടാണ് ഈ കോയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ NVCയുടെ ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ഇവിടെ നമുക്ക് ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്, ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ഇതിൻ്റെ പർപ്പസ് നമുക്ക് രണ്ടാമത് നോക്കാം. അതൊരു അഗൈൻ റിലേ ആണ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് വർക്കിംഗ് ഒക്കെ നമുക്ക് അറിയാമല്ലോ. എന്താണ് നമ്മൾ ഈ പറയുന്ന പോലെ സ്റ്റാർട്ടിംഗ് സമയത്ത് ഈ റെസിസ്റ്റൻസ് മൊത്തം ആർമേച്ചർ സർക്യൂട്ടിലുണ്ടാവും. എന്നാൽ മാത്രമേ IA എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലിമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? സ്റ്റാർട്ടിംഗ് സമയത്ത് EB 0 ആയതുകൊണ്ട് തന്നെ EB is 0. അതുകൊണ്ട് നമുക്ക് IA വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? RA അങ്ങ് കൂട്ടി കൊടുക്കുക. അപ്പോൾ RA കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്ന റെസിസ്റ്റൻസ് എല്ലാം സ്റ്റാർട്ടിംഗ് സമയത്ത് ഇങ്ങനെ ഇട്ടുന്നത് അല്ലേ. ഇതിങ്ങനെ പയ്യെ ഞാൻ ഇവിടെയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും RA എന്ന് പറയുന്നത് ഇപ്പോൾ വോൾട്ടേജ് ബിൽഡപ്പ് നടന്നു കഴിയുമ്പോൾ EB കൂടി കഴിയുമ്പോൾ പിന്നെ നാച്ചുറലി IA കുറഞ്ഞോളൂ. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ എന്ത് ചെയ്യേണ്ട? റെസിസ്റ്റൻസ് ഇടേണ്ട ആവശ്യമില്ല. കാരണം അപ്പോഴത്തേക്ക് ഇത് കട്ട് ഔട്ട് ചെയ്ത് ഞാൻ ഈ ഓൺ പൊസിഷനിലേക്ക് വരും. അപ്പോൾ ഇതിന് എന്ത് ചെയ്യും? ഈ ഇലക്ട്രോ മാഗ്നറ്റ് ഇവിടെ ഈ പറയുന്ന എന്താണ് ഒരു സോഫ്റ്റ് ആൻഡ് പീസ് ഉണ്ട്. ഈ സോഫ്റ്റ് ആൻഡ് പീസ് ഈ ഇലക്ട്രോ മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്ത് ഇത് എന്ത് ചെയ്തോളും? ഈ പൊസിഷനിൽ തന്നെ ഓൺ പൊസിഷനിൽ തന്നെ ഇരുന്നോളും. അപ്പോൾ കറസ്പോണ്ടിംഗ്ലി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഈ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഫീൽഡ് കറണ്ട്. ഇത്രയും കാര്യം അറിയാലോ. ഇതാണ് ഒരു 3 point സ്റ്റാർട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊരു കാര്യം ആലോചിച്ചേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഈ ഓൺ പൊസിഷനിൽ ഇരിക്കുന്നതിൻ്റെ കാരണം ഈ സോഫ്റ്റ് ആൻഡ് പീസും ഇവനും തമ്മിലുള്ള അട്രാക്ഷനാണ് അല്ലേ. ഈ അട്രാക്ഷൻ വരാൻ കാരണം ഇവനൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആയതുകൊണ്ട്. ഇലക്ട്രോ മാഗ്നറ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? അവരിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ആ കറണ്ട് എന്ന് പറഞ്ഞാൽ ഏത് കറണ്ടാണ്? ഫീൽഡ് കറണ്ടാണ്. അപ്പോൾ ആ ഫീൽഡ് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് നമ്മൾ ഫീൽഡ് കറണ്ട് കുറയ്ക്കുന്നത്? സ്പീഡ് കൺട്രോളിന്. അതാണ് ഫ്ലക്സ് വീക്കനിങ് കൺട്രോൾ നമ്മൾ ഡീറ്റെയിലായിട്ട് നോക്കിയതാണ്. അപ്പോൾ ഈ ഫ്ലക്സ് കൺട്രോളിന്, അതായത് ഫൈ കുറച്ചുകൊണ്ട് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റും? ഫൈ കുറയ്ക്കാൻ കഴിഞ്ഞാൽ ഫീൽഡിൽ കൂടെ പോകുന്ന കറണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ കറണ്ട് കുറയ്ക്കുമ്പോൾ കറസ്പോണ്ടിംഗ്ലി എന്ത് പറ്റും? ഈ ഫീൽഡിൽ കൂടെ ഫ്ലോ അല്ലെങ്കിൽ ഈ വൈൻഡിങ്ങിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കുറയും. ഓർ കറസ്പോണ്ടിംഗ്ലി അതേ കറണ്ട് തന്നെയാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിലും ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ NVC കോയിലിന് കറസ്പോണ്ടിംഗ്ലി ഉള്ള ഇലക്ട്രോ മാഗ്നറ്റിലും ഉണ്ടാവുന്ന കറണ്ട്, അതിന് കറസ്പോണ്ടിംഗ്ലി ഈ കറണ്ട് കുറയുന്നതിനനുസരിച്ച് ഇവിടുത്തെ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്തും കുറയും. കറസ്പോണ്ടിംഗ്ലി എന്ത് പറ്റും? ഇത് പെട്ടെന്ന് തന്നെ ഓഫിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഇലക്ട്രോ മാഗ്നറ്റ് ഈ സോഫ്റ്റ് ആൻഡ് പീസ് നമ്മളുടെ അട്രാക്ഷൻ കുറഞ്ഞ് ഇത് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് ഓഫ് പൊസിഷനിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എന്ത്? ഫ്ലക്സ് വീക്കനിങ് കൺട്രോൾ, അതായത് ഫീൽഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കുറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കറണ്ട് കുറയ്ക്കേണ്ടി വരുന്ന മോട്ടേഴ്സിൽ, അതായത് ഫ്ലക്സ് വീക്കനിങ് വെച്ചിട്ട് നമ്മൾ സ്പീഡ് കൺട്രോൾ നടത്തുന്ന മോട്ടേഴ്സിൽ നമുക്ക് 3 point സ്റ്റാർട്ടർ പലപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം പലപ്പോഴും നല്ല യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫീൽഡ് കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റ്, അതായത് NVC കോയിലിന് കറസ്പോണ്ടിംഗ്ലി ഉള്ള ഇലക്ട്രോ മാഗ്നറ്റിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കുറയും, ഫീൽഡ് സ്ട്രെങ്ത് കുറയും. അതുകൊണ്ട് തന്നെ ഈ സോഫ്റ്റ് ആൻഡ് പീസ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സ്റ്റാർട്ടർ എന്താവും? ഓഫ് പൊസിഷനിലേക്ക് പോകും. അൺവാണ്ടഡ് ആയിട്ട് നമുക്ക് ഓഫ് പൊസിഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ അൺവാണ്ടഡ് ട്രിപ്പിംഗ് നടക്കും. അതിൻ്റെ ക്ലിയർ ആണല്ലോ. ട്രിപ്പിംഗ് ഞാൻ ഉദ്ദേശിച്ചത് ബാക്കിലോട്ട് പോകുന്നത്, അതായത് ഈ പറയുന്ന ഓഫിലേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അത് സംഭവിക്കും. അതുകൊണ്ടാണ് നമ്മൾ 3 point സ്റ്റാർട്ടർ നമുക്ക് ഫ്ലക്സ് വീക്കനിങ് അല്ലെങ്കിൽ ഫ്ലക്സ് വീക്കനിങ് ആവശ്യമുള്ള മോട്ടേഴ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കാത്തത്. അപ്പോൾ എന്ത് ചെയ്യുക? അതിന് വരെ നമ്മൾ 4 point സ്റ്റാർട്ടർ കൊണ്ടുവന്നു. 4 point സ്റ്റാർട്ടർ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? 4 point സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഫീൽഡിന് പ്രൊപ്പോർഷണലായിട്ട് ഈ പറയുന്നല്ലോ, ഇതിപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. അതായത് ഈ ഇലക്ട്രോ മാഗ്നറ്റിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എനിക്ക് വേറെ എവിടെയെങ്കിലും കൊടുത്താൽ പോരാ, ഈ ഫീൽഡിൽ കൂടെ തന്നെ കൊടുക്കുന്ന യാതൊരു നിർബന്ധമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ ഒരു
ഒരു ടെർമിനലും കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഫീൽഡിൻ്റെ ഇത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും, അതുപോലെ തന്നെ ഈ കോയിലിനുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. പോയിന്റ് ക്ലിയർ ആണോ? അപ്പോൾ ഈ ഫീൽഡിന് ആവശ്യമുള്ള കറണ്ട് എന്ന് പറയുന്നത് ഞാൻ വേറൊരു ടെർമിനൽ വഴിയാണ് കൊടുക്കുന്നത്. ആ ഒരു ടെർമിനലും കൂടി വരുമ്പോഴത്തേക്ക് എന്തായി, അത് 4 പോയിന്റ് സ്റ്റാർട്ടറായി. പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, അത് നമുക്ക് എന്തെന്നും ഒക്കെ വേണം പറയാം, LH എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ LAF എന്ന് പറയുന്നത് എന്താണ്, 3 പോയിന്റ് സ്റ്റാർട്ടറാണ്. അതിൻ്റെ കൂടെ ഒരു ടെർമിനലും കൂടി ആഡ് ചെയ്ത് അതിലോട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ NBC കോയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി ഇറ്റ് ബിക്കംസ് എ 4 പോയിന്റ് സ്റ്റാർട്ടർ. ആൻഡ് അങ്ങനെ വരുന്ന 4 പോയിന്റ് സ്റ്റാർട്ടർ ഉപയോഗിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഫ്ലക്സ് വീക്കനിങ് ചെയ്ത് സ്പീഡ് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലക്സ് വീക്കനിങ് അല്ലെങ്കിൽ ഫീൽഡ് വീക്കനിങ് ഒക്കെ ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാം, സ്പീഡ് കൺട്രോൾ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന മോട്ടോഴ്സിലും എനിക്ക് എന്ത് ഉപയോഗിക്കാം, 4 പോയിന്റ് സ്റ്റാർട്ടർ വെച്ചിട്ട് എനിക്ക് എൻ്റെ മോട്ടോർ സ്റ്റാർട്ടിങ്ങിനായിട്ട് യൂസ് ചെയ്യാം. പോയിന്റ് ക്ലിയർ ആണല്ലോ? വെരി സിമ്പിൾ. അപ്പോൾ അതാണ് ഈ പറഞ്ഞത്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3 പോയിന്റ് സ്റ്റാർട്ടറിൽ L ലൈൻ ആർമേച്ചർ ഫീൽഡ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ ഞാൻ അഡീഷണൽ ആയിട്ട് 1-2 പോയിന്റ്സും കൂടി പറയുകയാണ്. ഇതാണ് നമ്മുടെ NBC കോയിൽ എന്ന് പറയുന്നത്. NBC ഈസ് ഓൾസോ കോൾഡ് ദി നോ വോൾട്ട് ഓർ അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഓഫ് ദി മോട്ടർ. ഇവിടെ എന്തുകൊണ്ടാണ് ഈ അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ എന്ന് പറയാൻ കാരണം ഇൻ കേസ് ഇവിടെ എന്തെങ്കിലും കാരണവശാൽ വോൾട്ടേജ് കുറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഇവിടെ ഈ പറയുന്ന നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കുറയുകയാണെങ്കിൽ എന്ത് പറ്റണം, ഈ പറയുന്ന കറസ്പോണ്ടിംഗ്ലി ഈ ഒരു പോയിന്റിൽ നിന്ന്, അതായത് ഓൺ പൊസിഷനിൽ നിന്ന് ഓഫ് പൊസിഷനിലേക്ക് വരണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സപ്ലൈ ഓഫായി പോയി എന്ന് വിചാരിക്കുക. ഓക്കെ, സപ്ലൈ ഓഫായി പോകുമ്പോൾ ഈ ഒരു ഹാൻഡിൽ എന്ന് പറയുന്നത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വന്നില്ല എങ്കിൽ എന്ത് പറ്റും, രണ്ടാമത് വീണ്ടും അപ്പോഴത്തേക്ക് മോട്ടർ ഓഫായി. ഓക്കെ, മോട്ടർ ഓഫായി പോയി, കാരണം സപ്ലൈ ഇല്ല, ഓഫായി പോയി. അപ്പോൾ ഇനി രണ്ടാമത് മോട്ടറിനെ ഞാൻ ഓൺ ആക്കുമ്പോൾ ഈ ഹാൻഡിൽ ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അതായത് എന്താ, ഈ പറയുന്നത് അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് ഒന്നുമില്ല, ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടിംഗ് പോലെ തന്നെയാണ്. കാരണം ഇനിഷ്യലി ഉള്ള ആവശ്യമായിട്ടുള്ള റെസിസ്റ്റൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോഴത്തേക്ക് ബേൺ ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അത്രയും ഹൈ കറണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി സപ്ലൈ ഓഫായി കഴിഞ്ഞാൽ, നോ ലോഡ് വരുമ്പോൾ അല്ലെങ്കിൽ വോൾട്ടേജ് കുറയുമ്പോൾ എന്ത് വരണം, ഈ പറയുന്ന ഹാൻഡിൽ തിരിച്ചടിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടിംഗ് പോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ആവും. കാരണം ഇൻ കേസ് ഓഫ് ആയിട്ട് തിരിച്ച് ഓൺ ആകുമ്പോഴത്തേക്കും സർക്യൂട്ടിൽ എന്ത് പറ്റും, അഡീഷണൽ റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല. കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബാക്ക് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. ആർമേച്ചർ റെസിസ്റ്റൻസ് ഓൾറെഡി തന്നെ വളരെ ലോ വാല്യൂ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത് NBC കോയിലിന് തന്നെയാണ് നോ വോൾട്ടേജ് കോയിൽ, അല്ലെങ്കിൽ നോ വോൾട്ട് ഓർ അണ്ടർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. വിത്തൗട്ട് ദിസ് പ്രൊട്ടക്ഷൻ ദ സപ്ലൈ വോൾട്ടേജ് മൈറ്റ് ബി റീസ്റ്റോർഡ് വിത്ത് ദി ഹാൻഡിൽ ഇൻ ദി റൺ പൊസിഷൻ അല്ലെങ്കിൽ ഓൺ പൊസിഷൻ. Consequently, the full line voltage may be applied directly to the armature, resulting in very large current, correspondingly burnout ഉണ്ടാവുക. ഇത് എപ്പോഴാണ്, ഒരിക്കൽ സപ്ലൈ ഓഫ് ആയിട്ട് ഓൺ ആകുമ്പോൾ. The NBC coil also provides protection against an open circuit in the field winding. Field winding open ആണ്. കാരണം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഓപ്പൺ സർക്യൂട്ട് വരുമ്പോൾ ഫൈ എന്ന് പറയുന്നത് എന്തായി പോകും, 0 ആയി പോകും അല്ലെ. ഫീൽഡ് കറസ്പോണ്ടിംഗ്ലി ഡേഞ്ചറസ്ലി ഹൈ സ്പീഡ്, അല്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ ആപ്ലിക്കബിൾ ആണ്. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ദി അതർ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദി സ്റ്റാർട്ടർ ഇസ് ആൻ ഓവർലോഡ് പ്രൊട്ടക്ഷൻ and is provided by overload trip coil OLC and the NBC. കണ്ടോ, ഇവിടെയാണ്. അപ്പോൾ ഇവിടെ എന്ത് പറ്റും എന്ന് വെച്ചാൽ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓവർലോഡ് ട്രിപ്പ് കോയിൽ. അപ്പോൾ ഇവിടെ എന്ത് പറ്റും, ഇവിടെ എന്തെങ്കിലും ഈ പറയുന്ന ഓവർലോഡ് വരികയാണെങ്കിൽ ഇവിടെ ഒരു അട്രാക്ഷൻ സംഭവിക്കും, ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ആവും. അങ്ങനെയെങ്കിൽ വീണ്ടും എന്ത് പറ്റും, ഇത് ഓൺ പൊസിഷനിൽ നിന്ന് ഓഫ് പൊസിഷനിലേക്ക് പോകും. ആ ഒരു പോയിന്റ് ഓർത്തിരുന്നാൽ മതി. കാരണം ഇവിടെ ഇത് ഷോർട്ട് സർക്യൂട്ട് ആവും. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ എക്സൈറ്റേഷൻ 0 ആയി പോകും. എക്സൈറ്റേഷൻ 0 ആകുമ്പോൾ ഇവിടുത്തെ അട്രാക്ഷൻ പോകും, വീണ്ടും ഇങ്ങോട്ട് വരും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. The overload coil is a small electromagnet. It carries the armature current, and for normal values of armature current, the magnetic pull of OLC is insufficient to attract the strip. അപ്പോൾ അല്ലാത്ത കണ്ടീഷനിൽ എന്ത് പറ്റും, ഓവർലോഡ് വരികയാണെങ്കിൽ ഈ അട്രാക്ഷൻ കാരണം ഇതിങ്ങനെ വരും, ഷോർട്ട് ആയി പോകും, ഇവിടെ 0 ആയി. ഇത് വീണ്ടും ഈ ഹാൻഡിൽ ഓഫ് പൊസിഷനിലേക്ക് വരും. ജസ്റ്റ് ഒരു അഡീഷണൽ പോയിന്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതേ പോയിന്റ് തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് ഇതൊന്നും എഴുതിയെടുക്കരുത് കേട്ടോ, അന്ന് അറിഞ്ഞിരിക്കുക, എക്സാമിന് പോയി എഴുതുക. പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് 4 പോയിന്റ് സ്റ്റാർട്ടറിൽ എന്താണ് ഞാൻ പറഞ്ഞു, അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ടെർമിനലും കൂടിയുണ്ട്. അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നമ്മുടെ NBC കോയിലിൻ്റെ എക്സൈറ്റേഷൻ കൊടുക്കുന്നത്. ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. This is what we call as 4 point starter. അപ്പോൾ ഇനി പറഞ്ഞ 4 point starter is used to start and control the speed of a DC shunt motor with field weakening control. ഫീൽഡ് വീക്കനിങ് കൺട്രോളിലാണ്. കാരണം ഫീൽഡ് വീക്കനിങ് കൺട്രോളിലാണ് ഫീൽഡ് കറണ്ട് കുറയാൻ പോകുന്നത്. ഫീൽഡ് കറണ്ട് കുറയുമ്പോഴും എന്ത് ചെയ്യാൻ പാടില്ല, ഇവൻ്റെ വർക്കിങ്ങിനെ ബാധിക്കാൻ പാടില്ല. അതായത് ഇത് ഓൺ പൊസിഷനിൽ തന്നെ ആയിരിക്കണം അല്ലേ, അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ട് ഓഫ് ആയി പോകും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അഡീഷണലി നമ്മൾ എന്ത് കൊടുക്കുന്നു, ഒരു ടെർമിനൽ കൊടുക്കുന്നു. കാണണല്ലോ, അത് ഫീൽഡുമായിട്ടല്ല നമ്മളത് കണക്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? 3 പോയിന്റ് സ്റ്റാർട്ടറിലാണെങ്കിൽ നമുക്കത് മതി. ഇനി അടുത്തത്, സ്റ്റാർട്ടർ ഫോർ എ DC മോട്ടർ ഓൾസോ പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ദി മോട്ടർ അഗെയിൻസ്റ്റ്. നമ്മൾ സ്റ്റാർട്ടറിന് നമ്മൾ എന്ത് പറഞ്ഞു, കറണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഇനിഷ്യലി കറണ്ട് 7 to 8 ടൈംസ് ഉണ്ടാവും, പക്ഷേ ആ കറണ്ട് അത്രയും വരാൻ പാടില്ല. സോ എന്തൊക്കെയാണ് പ്രൊട്ടക്ഷൻ? ഡ്യൂ ടു ഷോർട്ട് സർക്യൂട്ട്സ് ഇൻ ദി എക്വിപ്മെന്റ്, ഫ്രം ലോങ് ടേം ഓവർലോഡ്, ഞാൻ പറഞ്ഞു ഓവർലോഡ്, ഫ്രം എക്സസീവ് സ്റ്റാർട്ടിംഗ് കറണ്ട്, ഓൾ ഓഫ് ദീസ്. ഇതെല്ലാത്തിനും ഇതിന് സ്റ്റാർട്ടർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സ്റ്റാർട്ടറിൻ്റെ റീസൺ എന്താണെന്ന് ഓർത്തിരിക്കുക. ഇനി in which of the following starters is no volt coil connected in series with the field coil? കണ്ടോ, ഫീൽഡ് കോയിലുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ഇറ്റ് ഇസ് 3 പോയിന്റ് സ്റ്റാർട്ടർ. ക്ലിയർ ആണല്ലോ? ഇനി DC മോട്ടോഴ്സ് ഷുഡ് നോട്ട് ബി സ്റ്റാർട്ടഡ് വിതൗട്ട് എ സ്റ്റാർട്ടർ. എന്തുകൊണ്ടാണ്? കാരണം ഇവിടുത്തെ 3-4 റീസൺ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് വെരി ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദി ആർമേച്ചർ വൈൻഡിങ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അല്ലേ. ഇനി
There are mainly 3 types of DC starters, DC motor starters. എന്താണ് 2-point starter? ആലോചിക്കുക, 2-point starter എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യൂസ് ഫോർ DC സീരീസ് മോട്ടർ. 3-point starter 4-point starter നമുക്ക് എന്തിനു ഉപയോഗിക്കാം? DC ഷണ്ട് മോട്ടേഴ്സ് ആൻഡ് DC കോമ്പൗണ്ട് മോട്ടേഴ്സിന് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞു അതിൽ തന്നെ 4-point starter എന്താണ്? ഫ്ലക്സ് വീക്കനിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്ലക്സ് വീക്കനിങ് കൺട്രോൾ വെച്ച് നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന മോട്ടേഴ്സിനാണ് നമ്മൾ 4-point starter യൂസ് ചെയ്യേണ്ടി വരുന്നത്. ആ ഒരു പോയിന്റ് പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എന്തായാലും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി സ്റ്റാർട്ടിങ് ഓഫ് സ്മോൾ മോട്ടേഴ്സ്. ഇനി ഞാനിപ്പോൾ ഈ പറഞ്ഞതെല്ലാം എന്താണ്? DC മോട്ടേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇനി സ്മോൾ മോട്ടേഴ്സ് വരുമ്പോൾ എനിക്ക് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടിംഗ് തന്നെ മതി. ക്ലിയർ ആണ്? അവിടെ നമുക്കൊരു സ്റ്റാർട്ടർ വയ്ക്കുക എന്ന് പറയുന്നത് പലപ്പോഴും എക്കണോമിക്കലും ആയിരിക്കില്ല, മാത്രമല്ല അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. വെരി സ്മോൾ DC മോട്ടേഴ്സ് മേ ബി സ്റ്റാർട്ടഡ് ഡയറക്ട്ലി ബൈ കണക്ടിംഗ് ദം ടു സപ്ലൈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കോൺട്രാക്ടർ ഓർ എ സ്വിച്ച്. സി it does not result in any harm because they gather speed quickly due to small motor inertia. കാരണം നമുക്ക് ഇവിടെ EB കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ EB കൂടണമെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N ആണ് അല്ലേ? അപ്പോൾ EB പെട്ടെന്ന് കൂടണമെങ്കിൽ സ്പീഡ് പെട്ടെന്ന് കൂടണം. കാരണം സ്മോൾ മോട്ടർ ആകുമ്പോൾ ഇനേഴ്ഷ്യ കുറവാണ്, പെട്ടെന്ന് തന്നെ സ്പീഡ് എത്തും. അതുകൊണ്ട് തന്നെ കറണ്ട് എന്ന് പറയുന്നത് IA which is equal to VT minus EB. ഇവിടെ EB ഇല്ലാത്തതാണല്ലോ പ്രശ്നം. അപ്പോൾ കറസ്പോണ്ടിങ് ഇത് പെട്ടെന്ന് കൂടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടിംഗ് തന്നെ മതി. ഏതിനാണ്? സ്മോൾ മോട്ടേഴ്സിനാണ് കേട്ടോ. ഒരു കോൺട്രാക്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്വിച്ച് വെച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാം? കറസ്പോണ്ടിംഗ്ലി സ്മോൾ മോട്ടേഴ്സ് നമുക്ക് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടിംഗ് തന്നെ ചെയ്യാം. അതിൻ്റെ റീസൺ ആണ് പറഞ്ഞത്. ഇൻ ദിസ് കേസ് ദ ലാസ്റ്റ് സ്റ്റാർട്ടിംഗ് കറന്റ് വിൽ ഡൈ ഡൗൺ ക്വിക്ലി ബിക്കോസ് ഓഫ് ദി ഫാസ്റ്റ് റൈസ് ഇൻ ബാക്ക് EMF. പെട്ടെന്ന് തന്നെ ബാക്ക് EMF കൂടും.